അപ്പോൾ നോക്ക് പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരുടെയും സ്നേഹത്തിനകത്ത് കളങ്കമുണ്ട്. എന്നാൽ കളങ്കമില്ലാത്ത ഒരു സ്നേഹം എവിടുന്ന് കിട്ടും? അത് ദൈവത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ദൈവസ്നേഹം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലയോ? ആ കളങ്കമില്ലാത്ത സ്നേഹം ഞങ്ങൾ നിങ്ങളോട് അല്പനേരം പറഞ്ഞോട്ടെ. ആ സ്നേഹം നമുക്ക് തന്നെ ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തുവാണ്. കാരണം എന്താണ്? നാം പാപിയായിരിക്കുമ്പോൾ തന്നെ, നാം ദൈവത്തിന് ശത്രുവായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ നമ്മുടേതായിരിക്കുന്ന ഇഷ്ടത്തിനൊത്തവണ്ണം തോന്നിയ പോലെ ജീവിച്ചപ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് അവൻ മരിച്ചു എങ്കിൽ അവന് നമ്മളോടുള്ള അഗാധമായിരിക്കുന്ന സ്നേഹം എത്ര വലുതാണ്. ആകയാൽ അല്പനേരം ശാന്തതയോടെ നിങ്ങൾ ഞങ്ങളെ കേൾക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്ര നല്ലവനും ഇത്രമാത്രം നമ്മളെ സഹായിക്കുന്നവനും നമ്മുടെ ആപത്തുകൾ നമ്മളെ രക്ഷിക്കുന്നവനും നമ്മുടെ തകർന്ന ഹൃദയത്തെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്നവനും ഇന്നലെ ഉള്ളവനും ഇന്നുള്ളവനും നാളെയും ഉള്ളവനുമായിരിക്കുന്ന എന്നേക്കും ജീവിക്കുന്ന ഈ യേശുക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞാൽ എന്താ ഗുണമെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും ഒരു മരണമുണ്ടല്ലോ. തീർച്ചയായിട്ടുമുണ്ട്. മരിക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ബോധം വന്നിട്ടുണ്ടോ? മരണസമയത്ത് നമ്മുടെ കരം പിടിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ആരും വരത്തില്ല. അവൻ നമ്മുടെ കരങ്ങളിലേക്ക് തന്ന കൊടി നമ്മൾ നമ്മുടെ കൈ പിടിച്ച് ഒത്തിരി ജയ് പിടിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ദുഃഖവേളയിലോ നിങ്ങളുടെ മരണസമയത്തോ നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ അവൻ ആരുമില്ല എന്ന് മാത്രം